ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു സൺഡേ വ്ളോഗിങ് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ പോകും. പുറത്ത് ക്ലൈമറ്റിൽ ഭയങ്കര നല്ല തണുപ്പായത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഡ്രൈവൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് പുറത്ത് UAE അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുമുണ്ട്. മേ ബി മഴയ്ക്ക് ചാൻസ് ഉണ്ടല്ലേ. ചിലയിടത്ത് തൂളുന്നുണ്ട്, ചിലയിടത്ത് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പുറത്തിറങ്ങി ഇനി പോയി ഫുഡ് കഴിക്കണം. എന്നിട്ട് ചുമ്മാ എവിടെയെങ്കിലൊക്കെ ഡ്രൈവിന് പോകാൻ നല്ല രസമുള്ള ടൈം. ഇപ്പോൾ ചൂടുമില്ല, നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മഴയും തണുപ്പും അങ്ങനത്തെ ക്ലൈമറ്റൊക്കെ ആയപ്പോൾ മലയിലൊക്കെ നല്ല പച്ച കളറിൽ പുല്ല് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെച്ച് പിടിപ്പിച്ചെന്ന പുല്ലാട്ടോ ഇത്. ബാക്കി ആൾക്കാരൊക്കെ തണുപ്പൊക്കെ ആയപ്പോഴത്തേനും ക്യാമ്പ് ചെയ്യാനൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഓഫല്ലേ. അപ്പം ഫുൾ ഫാമിലി എല്ലാവരും ഇവിടെ വന്നു. മറ്റേ പാട്ട് എൻ്റെ മണിക്കുട്ടി ആ പാട്ട് പഠിക്ക്. ആ പാട്ടിട്ട് റീലെടുക്കായിരുന്നു. എൻ്റെ റോഡിൽ ഫുള്ള് വണ്ടി കേട്ടോ. മഴ പെയ്യാനായിട്ട് സാധ്യതയുള്ളതും സാധ്യതയില്ലാത്ത ആകാശത്തുണ്ടോ കാർമേഘം ഫുള്ള് കെട്ടി. എല്ലാവരും വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഹോട്ടലിൻ്റെ അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കാനോ. മ്യൂസിയം, മറ്റേ കാർ മ്യൂസിയത്തിൻ്റെയൊക്കെ പഴയ ഓൾഡ് കാറ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉള്ളു. നമ്മൾ ആ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ ഓർത്തിട്ടാണ് വന്നത്, കബാബൽ. പക്ഷെ അത് ഫുള്ള് തിരക്ക്, ഒരു ഇച്ചിരി സീറ്റ് പോലും ഇല്ലാത്ത തിരക്ക്. അപ്പോൾ നമ്മളിനി അവിടെ പോകും. അവസാനം കോഴിക്കടയിൽ പോകാൻ തീരുമാനിച്ചു കാശ്. നമ്മുടെ KFCയിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നു. മറ്റൊരിടത്ത് ഭയങ്കര തിരക്ക്, നമ്മൾ സീറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് KFCയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയപ്പോൾ നല്ല വൈബാണ്. KFC കണ്ടപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ആൾക്കാരുടെ മുഖത്തെ പ്രസന്നത. കോഴിക്കട എൻ്റെ കോഴി. നമുക്ക് രാത്രി പോയിട്ട് മേടിക്കാം. നമുക്ക് അവിടെ കൊച്ചു വരെ വന്ന് KFC മേടിക്കും. നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാൻ പോവാം കേട്ടോ. നമുക്കിനി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ കാണാം. സ്പൈസി ഉണ്ടോ? സ്പൈസിലേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെന്താ ഓർഡർ ചെയ്തേ? നമ്മൾ ഡുവോ ബക്കറ്റ്, തീരെ വിശപ്പില്ലാത്ത ഡുവോ ബക്കറ്റും പിന്നെ ഒരു കൊറിയറും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൊറിയൻ ബാർബിക്യൂ ലോഡഡ് റൈസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് 7 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിട്ടി. പരസ്യം കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ. പരസ്യം കണ്ടിട്ട് ആൾക്കാർക്ക് ഒരു പീസ് ചിക്കൻ എക്സ്ട്രാ. എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. നമ്മൾ കിട്ടിട്ടോ. കുറച്ച് ടിഷ്യൂണ് മേടിക്കാം. നമ്മളങ്ങനെ KFC മേടിച്ചിട്ടു. ഇനി നമുക്ക് അവിടെ ബീച്ചിലോ, തൊട്ടടുത്തൊരു ബീച്ചില്ലേ നമ്മളന്ന് പോയ ഫാമിലി ബീച്ച്, അവിടെ പോയിട്ട് ഫാമിലി ബീച്ചിൽ പോവാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. മടിയിൽ വെക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ KFC മാത്രം വിട്ടു കളയാൻ പാടില്ല. നമ്മൾ കടലിൻ്റെ അവിടെ വന്നിട്ട് മഴ പെയ്യാൻ പോകുന്നു. ഇത് മൈക്കാണ്. നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ ഫ്രണ്ടിൽ നല്ല രസമുണ്ട് കടലൊക്കെ ആയിട്ട്. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ക്ലൈമറ്റ് നല്ല രസമുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ കടലിൻ്റെ അവിടെ കുറച്ച് ഇറങ്ങി നിൽക്കാനായിട്ട് ഇറങ്ങി വന്നേക്കാം. മഴക്കാരെല്ലാടായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ പട്ടം മേടിച്ചിട്ട് അത് പറത്തി കളിച്ചുകൊണ്ടിരിക്കുക ആകാശത്ത്. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ പട്ടം പറന്ന്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് പേരൊക്കെ പോയി. അപ്പം അങ്ങനെ സൈഡിലായിട്ട് അവർ കുറേ പട്ടമൊക്കെ ഇങ്ങനെ പറത്തി കളിച്ചുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ പുറത്തിറങ്ങാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരാളിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കാനായിട്ട് കയറി. ഈ സമയത്തല്ല നമ്മൾ പുറത്തിറങ്ങി നടക്കേണ്ട സമയം. പറച്ചിലിടത്തൊന്നും ബാക്കിയുള്ള സമയത്തെല്ലാം അല്ല, ആ സമയത്ത് ചൂടല്ലേ. ഇപ്പൊ പിന്നെയും മറ്റേ തണുപ്പ് തുടങ്ങി, മഴ അങ്ങനെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മൈക്കില്ല എന്തേല് അത് തുടങ്ങി എന്ന കഥ പറഞ്ഞാല് അവസാനം മറ്റേ ആ സിനിമ ഇത് കുതിരയും കുതിരക്കാരനുണ്ട്. ഫുള്ള് നോക്ക്, മറ്റേ ആകാശം മൊത്തം ഇരുണ്ട് മൂടി ഒരു വലിയൊരു മഴക്കില്ലേ. ഇതുണ്ട് അവിടെ പട്ടം പറക്കുന്നത്. അതിൻ്റെ താഴെ എന്തോ പക്ഷിയുടെ അത് കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ പട്ടങ്ങൾ. കുറേ ഉണ്ട് പട്ടം. കുതിര മുന്നേ കുതിരസവാരിയൊക്കെ ഉണ്ട്. അത് ഞാൻ അവൻ്റെ പേഴ്സണൽ കുതിരയാണ്. അവൻ്റെ പേഴ്സണൽ കുതിരയായിട്ടുണ്ട്. ഇനി ഇന്നലെ നമ്മൾ ആശുപത്രിയിൽ പോയത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലെല്ലാം അപ്പോൾ നമുക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് കാണാം. ഒരു പാർക്ക് പോലൊക്കെ ആക്കിയില്ല അവർ. എന്തുണ്ടോ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടോ. പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ. ആ പ്രശ്നം. വലിയവരായിട്ടുള്ള നമുക്ക് കയറാനായിട്ട് പറ്റില്ല. വലിയവരായ കുട്ടികൾക്ക് പട്ടം കളിച്ച നല്ല കാറ്റുണ്ട് കേട്ടോ. പട്ട അവർ അയ്യോ എനിക്ക് ഒട്ടകത്തെ കുതിരവണ്ടിയിലൊക്കെ ആൾക്കാർ, പിന്നെ ഒട്ടകം, കുതിര, അങ്ങനെ കുറേ എന്തൊക്കെയോ കുറേ രസമുള്ള പരിപാടികൾ. ഇതെന്താ വഴിനടുക്ക് പാമ്പോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ വണ്ടിയിൽ ചില്ല് കാണാം. ഒത്തിരി അങ്ങ് പെയ്ത് വന്നില്ല, പക്ഷെ പെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം തന്നെ പെയ്യുമായിരിക്കും. കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി പിള്ളേരും വലിയവരൊക്കെ കുതിരയുടെ ഒക്കെ പുറത്ത് കയറുന്നുണ്ട്. ഇപ്പം നല്ല തിരക്കായ കാരണം മഴ ആയപ്പോഴത്തേക്കും റോഡ് ഫുള്ള് ഇപ്പം ബ്ലോക്ക് ആവാൻ തുടങ്ങും. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു പാർക്കിലല്ലേ ഫ്ലവേഴ്സിന്റെ പാർക്കിൽ പോയപ്പോൾ ഇതുപോലത്തെ തന്നെ സെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്ക് എന്തോ ക്യൂട്ടാണ് കാണാനായിട്ട്. എനിക്ക് കേറണമായിരുന്നു. കുതിര ഒത്തിരി ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഈ ക്ലൈമറ്റ് നല്ല രസമുള്ളതുകൊണ്ട് ഫാമിലി ബീച്ചിലേക്ക് വന്നാലേ വൈബാ, ഫുൾ വൈബ്. നമ്മൾ പോകാനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ തൂളി കഴിഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ചുമ്മാ ഇതിൽ കറങ്ങാൻ ഓർത്ത് നമ്മൾ ഇറങ്ങി വന്ന. പിന്നെ അതെന്താ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ആ സൈഡിലൊക്കെ ആയിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്, ഫുട്ബോൾ കോർട്ട് ഉണ്ട്. ആ ടർഫ്, അതെ ഫുട്ബോൾ കളിക്കാനുള്ള ടർഫ് ഉണ്ട്. ഗെയിംസ് ഒക്കെ കുറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതുണ്ട് ഈ സൈഡിലൊക്കെ ഫുള്ള് കുറേ ഐറ്റംസ് ഒക്കെ. എന്താ അല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറുത് വന്നു. കഴിഞ്ഞ പ്രാവശ്യം നീ ഓർക്കുന്നുണ്ടോ നമ്മളിവിടെ വന്ന സമയത്ത് മഴ പെയ്തിട്ട്? ഓർക്കുന്നില്ല. 3 വർഷം നമ്മൾ എന്നിട്ട് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അറച്ച് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു തുരുത്തിലൊക്കെ ചെന്ന് പെട്ട പോലെ അങ്ങനത്തെ ഒരു രസമുള്ള നമ്മൾ പയ്യെ ഇതിലൂടെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി ആശുപത്രി പോണ്ടേ?
ടെസ്റ്റ് മേടിക്കാൻ ഇതന്നെ കുതിരവണ്ടി. കുതിരവണ്ടി. അറസ്റ്റ് ഒന്നുമില്ല. കുതിര പിന്നെ ഒട്ടകം. എന്താ ഒട്ടകത്തിന് വാ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ടോ. ഇനി നമുക്ക് ഡോക്ടറെ കയറി കണ്ടിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കാണാം. അവിടുത്തെ അൽഷാർക്ക് ഹോസ്പിറ്റലിൽ നമ്മളിവിടുത്തെ മെയിൻ ഓഫീസിലേക്ക് വന്നു കേട്ടോ. അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പം ചെറിയ 1-2 ടെസ്റ്റ് കൂടി നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ മെയിൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി അവിടെ പോയി നോക്കിയിട്ട് എന്താ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു ബോളിംഗ് സെൻറ്ററിൽ വന്നു കേട്ടോ. കുറേ നാളായിട്ട് വരണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നാ നമ്മൾ ജസ്റ്റ് അവിടെ എന്താ സംഭവം എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ പോയി നോക്കുക. ഇവിടെ പെർ അവർ 120 ദിർഹംസാണ്. പിന്നെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാം. 1 മണിക്കൂർ നേരത്തേക്ക് 120 ദിർഹംസ്. പക്ഷെ നല്ല ഫണ്ണാണ്, നല്ല രസമുള്ള പരിപാടിയാണ്. നമ്മളിത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ഇത്. അങ്ങനെ കുറേ സമയം പോയത് നമ്മൾ കളിച്ച്. ആദ്യമൊന്നും ഇത് പോയില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചായിട്ട് പഠിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ ബിൻചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ചിലവുണ്ടായിരുന്നു കേട്ടോ. അപ്പം മന്തിയമ്മയും ദിലും കൂടിയാണ് ഇന്നത്തെ ബിരിയാണി വെപ്പ് പരിപാടി. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ദിലുവിൻ്റെയും മന്തിയമ്മയുടെയും ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടവരെല്ലാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.